ഉരുളെടുത്ത ജീവിതങ്ങളുടെ കണ്ണീർ വറ്റാത്ത ഓർമ്മകൾക്കിന്ന് ഒരു വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. 2024 ജൂലൈ 30 മലയാളക്കര ഒരിക്കലും മറക്കില്ല. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെല്ലാം മണ്ണിനടിയിലായി പോയ ദുരന്ത ദിവസം. ചൂരൽമല മുണ്ടക്കൈ മേഖല ഇപ്പോഴും ആ ഉരുൾപൊട്ടൽ ഭീതിയിൽ നിന്നും മുക്തരായിട്ടില്ല. രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് അന്ന് പുലർച്ചെ ഉണ്ടായത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗ്രാമത്തെ ഭൂപടത്തിൽ നിന്ന് തന്നെ മായ്ച്ചു കളഞ്ഞ ദുരന്തം. 298 പേരുടെ ജീവനാണ് അന്ന് ഉരുളെടുത്തത്. അപകടത്തിൽ കാണാതായ 32 പേരെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അവർ മരിച്ചതായി സർക്കാർ ഒടുവിൽ വിധിയെഴുതി. വയനാട്ടിൽ 2 ദിവസം തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് ജൂലൈ 29 പുഞ്ചിരിമറ്റം, അട്ടമല, മുണ്ടക്കൈ എന്നിവിടങ്ങളിലെ പ്രദേശവാസികളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ജൂലൈ 30 പുലർച്ചെ 1:40 ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ ഗ്രാമങ്ങൾ ഒന്നാകെ ഒലിച്ചുപോയി. രാവിലെ 4:10 ചൂരൽമലയിൽ രണ്ടാമത്തെ ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ പുഴ വഴിമാറി ഒഴുകിയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന പാലം തകർന്നു. വെള്ളാർമല GVHS സ്കൂളിന്റെ ഭൂരിഭാഗവും മണ്ണിനടിയിലായി. ഗതാഗത സംവിധാനങ്ങളെല്ലാം തകർന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. മലവെള്ളപ്പാച്ചിലിൽ ചാലിയാർ പുഴയിലെത്തിയ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളോളം ഒഴുകി നടന്നു. പിന്നീട് നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിൽ ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളായിരുന്നു പുറത്തുവന്നത്. ഉറ്റവരെയും ഉടയവരെയും കാണാതെ മേപ്പാടി സർക്കാർ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങളുടെ കെട്ടഴിച്ചു നോക്കുന്നവരുടെ ദൃശ്യങ്ങൾ ഉള്ളുലയ്ക്കുന്നതായിരുന്നു. രക്ഷപ്പെട്ട ഓരോ മനുഷ്യരുടെയും മുഖങ്ങൾ പേടിച്ചരണ്ടതായിരുന്നു. ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്ന ഉറ്റവർ മണ്ണിനടിയിലായെന്ന തിരിച്ചറിവ് അവരുടെ ഹൃദയങ്ങളിൽ തീ കോരിയിട്ടു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവർ ഉറ്റവർക്കായി കാത്തിരുന്നു. 400ഓളം കുടുംബങ്ങളാണ് അന്ന് ദുരന്തത്തിൽ ഒറ്റപ്പെട്ടത്. ആഴ്ചകളോളം നടത്തിയ തിരച്ചിലുകളിൽ മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞതും അല്ലാത്തതുമായ 190 പേരുടെ ശരീരഭാഗങ്ങളും കണ്ടെത്തി. ഒരിക്കലും മറക്കാനാവാത്ത പ്രകൃതി ദുരന്തത്തിന്റെ ഭീകരമുഖം തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ജീവിതം തകർത്തു കളഞ്ഞ ആ ദുരന്തത്തിന്റെ വേദനയിലാണ് ഇപ്പോഴും ആ ഗ്രാമനിവാസികൾ.